വെൽക്കം ടു സൈറാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാട്, കരുവാളിപ്പ്, മാർക്കുകൾ, മുഖത്തുണ്ടാകുന്ന രോമങ്ങൾ, ഇതെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന 3 ടിപ്സുമായിട്ടാണ്. നമ്മളൊക്കെ ഒരുപാട് ടിപ്സൊക്കെ ബുക്കുകളിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള 3 ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്കതിനെ ആദ്യമായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ടിപ്സ് ചെറുതേനാണ് ഏറ്റവും എഫക്റ്റ്. ചെറുതേൻ കിട്ടുമെങ്കിൽ ചെറുതേൻ തന്നെ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വൻതേൻ ഉപയോഗിക്കാം. തേനെന്ന് പറഞ്ഞാൽ മുഖത്തിന് വളരെ നല്ലതാണ്. മുഖത്ത് നല്ല ഗ്ലേസിങ് കിട്ടാനും ഒക്കെ തേന് വളരെ നല്ലതാണ്. ആ തേനിൻ്റെ കൂടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് നാരങ്ങാ നീരാണ്. 1 ടേബിൾ സ്പൂൺ ചെറുതേൻ എടുത്തിട്ടുണ്ട്. ചെറുതേനില്ലെങ്കിൽ വൻതേനാണെങ്കിലും ഉപയോഗിക്കാൻ. ചെറുതേനാണ് ഏറ്റവും നല്ലത്. അതിലൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഒറ്റ നുള്ള് മതിയാവും, ഏറെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഒറ്റ നുള്ള്, ഇത് ശകലം മാത്രം മഞ്ഞൾപ്പൊടി. മൂന്നാമത് നമുക്കതിനകത്ത് ഒഴിക്കാനായിട്ട് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഇതാണ് ഒലീവ് ഓയിൽ. എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒലീവ് ഓയിൽ കിട്ടിയാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഒലീവ് ഓയിൽ കിട്ടും. ഏതെങ്കിലും ഒലീവ് ഓയിൽ എടുത്താലും മതിയാകും. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തു. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. അതും 1 ടേബിൾ സ്പൂൺ. ഇത് 4 ഐറ്റവും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു ബൗളിനകത്താക്കി നമ്മുടെ സിങ്കിൻ്റെ അടുത്ത് വെച്ചിരുന്നാൽ നമ്മുടെ മുഖത്ത് ഇത് പുരട്ടി കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് കയ്യിൽ 4 തുള്ളി എടുത്തോ 2 കൈയും കൊണ്ടും തേച്ച് മുഖത്ത് മുഴുവൻ പുരട്ടി, നെറ്റിയിലും മുഖത്തും എല്ലാം താഴേന്ന് മേളോട്ട് പതുക്കെ പുരട്ടി കൊടുത്തിട്ട് അരമണിക്കൂറെങ്കിലും അത് മുഖത്ത് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് കഴുകിക്കളയാവും. ആ കഴുകിക്കളയേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ തന്നെ. ഞാനത് പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1 നുള്ള്, പിന്നെ കറ്റാർവാഴ ഇങ്ങനെ ഒരു കറയുണ്ട്. നമ്മളിങ്ങനെ മുറിച്ച് വെച്ച് കഴിയുന്നുണ്ടേ കറ്റാർവാഴയുടെ കറ ഇങ്ങനെ ഇറങ്ങി വരും. ഈ കറ ഇരുന്നാൽ നമ്മുടെ മുഖം ചൊറിയും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ തൊലി കളഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ജെല്ലെടുക്കണം. ജെല്ലെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിനകത്തൊന്ന് അടിച്ചു കഴിയുമ്പം നല്ല ജ്യൂസായിട്ട് കിട്ടും. ഇതാണ് ഇതുപോലെ നല്ല ജ്യൂസായിട്ട് നമുക്ക് കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി, നാരങ്ങാ നീര്, ഇതൊക്കെയാണ്. ആദ്യം പിന്നെ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഈ കറ്റാർവാഴയുടെ ജെല്ല് 1 ടേബിൾ സ്പൂൺ എടുക്കുക. നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ എടുക്കുക. 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്താക്കി അടച്ചു വെക്കുക. അത് കറ്റാർവാഴയുടെ ജെല്ല് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. വെളിയിൽ സൂക്ഷിച്ചാൽ അത് ആ കറ്റാർവാഴയുടെ ജെല്ല് ഉള്ളതുകൊണ്ട് അതിനൊരു സ്മെല്ലുണ്ടാകും. അതേസമയം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒലീവ് ഓയിൽ ചേർത്ത് ചെറുതേനും നാരങ്ങാ നീരും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചിരുന്നാൽ മതി. അതിന് പിന്നെ സ്മെല്ലൊന്നും വരത്തില്ല, ഒരിക്കലും കേടാകത്തുമില്ല. നമ്മൾ സിങ്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ആ മുഖത്തൊന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. അരമണിക്കൂർ കഴിഞ്ഞത് നമുക്ക് കഴുകാം. പക്ഷേ ഇത് കറ്റാർവാഴയിലെ ജെല്ലായതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് 4 തുള്ളിയോ 5 തുള്ളിയോ 6 തുള്ളിയോ നമ്മുടെ കയ്യിലെടുത്ത് 2 കൈയിലും കൂടെ പുരട്ടി മുഖത്ത് നല്ലതായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തേതാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരെടുക്കണം. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ട നമുക്ക് ഗ്ലിസറിനാണ്.
ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്താക്കി അത് വെളിയിൽ വെച്ചാൽ മതിയാവും. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കറ്റാർവാഴയുടെ ജെല്ല് ചേർത്താണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതേസമയം ഒലിവ് ഓയിലിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലും ചേർക്കാവുന്നതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കാത്തത്. അല്ലെങ്കിൽ നാരങ്ങ നീരിൻ്റെ കൂടെ ഒലിവ് ഓയിൽ ചേർത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് 3 ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകിക്കളയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണോ തൈര് നമ്മൾ എടുത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ തൈര് എടുക്കണം. തൈര് എടുത്തിട്ട് അതിനകത്ത് നല്ല തരിപ്പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയുമ്പോൾ നമ്മുടെ മുഖത്തെ പിന്നെ അഴുക്കുകളും എല്ലാം പോയി മുഖം നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടും. ചെറുതേനോ വൻതേനോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് തേൻ ചേർത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഒറ്റയാഴ്ച നമുക്ക് ഒരു ദിവസത്തെ തേക്കുമ്പം തന്നെ നമ്മുടെ മുഖത്തിന് വ്യത്യാസം അറിയാൻ കഴിയും. ഇത് ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ കരുവാളിപ്പൊക്കെ ഒരുപാട് കുറഞ്ഞ് നല്ല തിളക്കം കിട്ടും. പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം നമുക്ക് ചെയ്താൽ മതിയാകും. മുഖത്തെ നല്ല ഗ്ലേസിങ് കിട്ടാനും ഈ കരുവാളിപ്പ് മരുന്നുകൾ കഴിച്ചുണ്ടാകുന്ന ചിലർക്ക് ഈ കറുത്ത പാടുകളൊക്കെ വരും. അതൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്.